തൊട്ടാണ് ശരിക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകളിലൂടെയും പാറയിലും ഒക്കെ ചവിട്ടി വേണം കയറി വരാനായിട്ട്. നല്ലൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ വെൽഡ് ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതുപോലത്തെ വഴികളിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. പണ്ട് പഴയ പഴശ്ശിരാജാവിൻ്റെ കാലത്തെ യുദ്ധത്തിലൊക്കെ ഈ ഒരു ഗുഹയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. ഈ ഏരിയ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുള്ളതാണ്. മുന്നേ ഇതിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അഡ്വഞ്ചർ ടൂറിസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗുഹയ്ക്ക് അകത്തേക്ക് പൂർണ്ണമായിട്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ, എത്ര മനോഹരമായിട്ടുള്ള വ്യൂ ആണെന്നറിയോ. ഇവിടെ ഈ പാറക്കെട്ടുകളിലൊക്കെ പഴയ ഏൻഷ്യൻ സ്ക്രിപ്റ്റ്സൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഗൈഡുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പഴയ കാലത്ത് ആദിവാസികൾ എഴുതി വെച്ചിരുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് മീനിങ് ഒക്കെ ഉണ്ട്. ഗൈഡൊക്കെ ആയിട്ടാണെങ്കിൽ